മമ്മി തോറ്റല്ലേ? മമ്മി വാങ്ങാനിരുന്ന രണ്ടാമത്തെ പ്രോപ്പർട്ടിയും പോയല്ലേ? യെസ്. ഞാൻ ആഗ്രഹിച്ച പ്രോപ്പർട്ടി അത് വാങ്ങിയവനിൽ നിന്നും തിരിച്ചെഴുതി തരുമെന്ന് മമ്മി പറഞ്ഞിരുന്നല്ലേ? എന്നിട്ടോ? സോറി മോളെ. അപ്രതീക്ഷിതമായ ഒരാൾ, നിന്റെ മമ്മിയുടെ തോൽവിക്ക് കാരണക്കാരനായ ഒരാൾ. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ സിതാര ശ്രീനിവാസിനെ ശരിക്കും മനസ്സിലാക്കാത്ത ഒരുത്തൻ. മമ്മിയുടെ തോൽവി എന്റെയും കൂടി തോൽവിയല്ലേ? ഞാൻ ആഗ്രഹിച്ച ഒരു കാര്യം എനിക്കത് കിട്ടാതെ പോയി. നീ ആഗ്രഹിച്ചതല്ല, അതിനേക്കാൾ ഒരുപാട് മുകളിലുള്ള ഒരു നേട്ടം മമ്മി നിനക്ക് നേടി തന്നിരിക്കും. മോള് മമ്മിക്ക് ഒരല്പം സമയം താ. യെസ് മാം. സിനി, അവനുണ്ടല്ലോ, നവീൻ ഗോപാൽ വർമ്മ. ഐ വോണ്ട് മീറ്റ് ഹിം. മാം അത് എനിക്ക് അയാളെ കണ്ടേ പറ്റൂ. വേണ്ട അറേഞ്ച്മെന്റ്സ് ഒക്കെ ഇപ്പൊ തന്നെ ചെയ്തോളൂ. ഓക്കെ? ഓക്കെ. നവീൻ ഗോപാൽ വർമ്മ എന്നോട് മത്സരിച്ച് ജയിച്ചവന് എന്ത് സമ്മാനമോ കൊടുക്കേണ്ടതെന്ന് ഞാനല്ലേ തീരുമാനിക്കുന്നത്. സർ, സൈൻ. പണിക്കർ സാറിന്റെ കാശ് ഇന്ന് ബാങ്കിങ് അവേഴ്സിന് ശേഷം സാറിന്റെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവും. അത് മതി. എഗ്രിമെന്റിൽ അത് വെച്ചിട്ടുണ്ടല്ലോ. ഓ, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, ആ ബ്രോക്കർ പെൺകുട്ടി എന്നോട് ചോദിച്ച തുക അതവൾക്ക് ഇന്ന് തന്നെ ക്യാഷായിട്ട് കൊടുക്കണം. ഐ ലൈക്ക് യു മിസ്റ്റർ പണിക്കർ. ഇത്രയും വലിയൊരു ഡീലിനിടയ്ക്ക് ആ പെൺകുട്ടിയുടെ കാര്യം കൃത്യമായിട്ട് നിങ്ങൾ ഓർത്തല്ലോ. സാർ, പറ്റുമെങ്കിൽ സാറ് തന്നെ ഈ പണം അവൾക്ക് നേരിട്ട് കൊടുത്താൽ ഉപകാരമായിരുന്നു. ടു ലേറ്റ് മിസ്റ്റർ പണിക്കർ. നമുക്കൊരാളെ കാത്തിരിക്കാം, പക്ഷേ സമയത്തെ കാത്തിരിക്കാൻ പറ്റില്ല. നിങ്ങൾ ഈ പറഞ്ഞ പെൺകുട്ടിയെ അടുത്ത വരവിന് ഞാൻ കണ്ടോളാം. ആയിക്കോട്ടെ, ശരി എന്നാ. ശരി സാർ. ആ കൊച്ചേ, ആ വസ്തുവിന്റെ കച്ചവടം നടന്നു കേട്ടോ. നീ എന്തോ അർജന്റ് ആണെന്ന് പറഞ്ഞില്ലേ? 1,00,000 രൂപ അത് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്, വന്ന് മേടിച്ചോ. ഞാൻ ഇപ്പൊ തന്നെ വരാം സർ, ഇപ്പൊ തന്നെ വരും. ശരി. മതി. ഇന്നും ഉണ്ടല്ലോടാ അമ്മയുടെ സ്പെഷ്യല്. അതല്ലേ ഞാനിങ്ങനെ കഴിക്കുന്നേ. നവീന് സുമിത്ര ഉണ്ടാക്കുന്ന സ്പെഷ്യലിന്റെ ടേസ്റ്റ് ഒന്നും എനിക്ക് പിടിക്കുന്നില്ല. പ്രത്യേകിച്ച് എരിവോ പുളിയോ ഒന്നും ഇല്ലാതെ എങ്ങനെ ഇത് കഴിക്കുന്നു? കീർത്തി എന്താ കഴിക്കാൻ വരാത്തത്? ഓ, അവള് നിരാഹാര വ്രതം എടുത്തിരിക്കുക. എന്തു പറ്റി? സങ്കടം തന്നെ. ഇന്നലത്തെ മത്സരത്തിൽ തോറ്റുപോയില്ലേ? അവള് തോറ്റതിലല്ലെന്നേ, അവള് തോറ്റ അത് നവീൻ തോൽക്കുന്നത് പോലെ അല്ലേന്ന് ചോദിച്ച് ഇനി പച്ചവെള്ളം പോലും കുടിക്കില്ല എന്ന് പറഞ്ഞ ഒറ്റ കടപ്പ. ദേ ഉദയനോട് ചോദിച്ചു നോക്ക്, എന്തൊരു പുകലായിരുന്നു. ആ, നവീന് വേണ്ടി അല്ലെങ്കിലും ചില വ്രതങ്ങളൊക്കെ അവൾ എടുക്കാറുണ്ട്. പിന്നെ ഞങ്ങളത് പുറത്ത് പറയാറില്ലെന്നേ ഉള്ളൂ. അത് അവളുടെ അവകാശമല്ലേ. നീ ചെന്ന് അവളോട് ഭക്ഷണം കഴിക്കാൻ വരാൻ പറ. പട്ടിണി കിടന്നിട്ടല്ല തോറ്റെന്റെ ക്ഷീണം മാറ്റണേ. എന്റെ അമ്മേ, ഞാനില്ല. ഷോ, എന്തെങ്കിലും പറഞ്ഞാ അവള് പുലി പോലെ ചാടും. നവീൻ വിചാരിച്ചാ അവളുടെ വ്രതം അവസാനിപ്പിക്കാൻ പറ്റും.